ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക് ടാലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരു വീഡിയോ കേട്ടിട്ട് കുറേ നാളായി, കുറച്ച് തിരക്കുകളിലൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇയർഫോണിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ബോട്ട് എന്ന ബ്രാൻഡിൻ്റെ Bassheads 103 എന്ന് പറയുന്ന ഒരു മോഡൽ ഇയർഫോണാണ്. ഇതെന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹെഡ്ഫോണാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളത് 399 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു ഇയർഫോൺ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇത് റെഡ്, ബ്ലൂ, ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിൽ അവൈലബിൾ ആണ്. ബോക്സ് പരിശോധിച്ചാൽ ഹെഡ്സെറ്റും യൂസർ മാനുവലും വാറണ്ടി കാർഡും കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ഇയർബഡ്സ് മാത്രമാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ ബോട്ടിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേപ്പറും പിന്നെ ഒരു ബോട്ടിൻ്റെ സ്റ്റിക്കറും നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അഡീഷണലായിട്ട് നമുക്ക് ലഭിക്കുന്ന ഇയർബഡ് എന്ന് പറയുന്നത് ഒരു വലിയ സൈസ് ഇയർബഡും ഒരു സ്മോൾ സൈസ് ഇയർബഡുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്ന ഇയർബഡ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ചെവിയുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് തോന്നുന്നു. ഇതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷൻസ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ അത് ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡയറക്ഷൻസ് ഈ ഒരു പേപ്പർ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഹെഡ്സെറ്റിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും പ്ലാസ്റ്റിക് നിർമ്മിതമായ ഒരു ഹെഡ്സെറ്റാണിത്. എങ്കിലും വളരെ മോശം പറയാൻ പറ്റാത്ത ഒരു ബിൽട്ടാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള വയറുകളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഇത് കെട്ടിവെക്കുന്നതിനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ട്രിപ്പും ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട്. അതിലും ബോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ക്വാളിറ്റി പറ്റി നേരത്തെ തന്നെ പറഞ്ഞു. പൂർണ്ണമായും പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം മോശം പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ക്വാളിറ്റി തന്നെയാണ്. മാത്രമല്ല ഇത് പരസ്പരം ഒട്ടിച്ചേർന്നിരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ രണ്ടിൻ്റെയും പിറകിലായി മാഗ്നറ്റും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 2 ഇയർ പീസിൻ്റെയും പിറകിലായിട്ട് ബോട്ടിൻ്റെ ബ്രാൻഡിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വയറുകളെ പറ്റി പറയുകയാണെങ്കിൽ ടാങ്കിൾ ഫ്രീ ആണ്, ഓൾറെഡി അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു റബ്ബർ ഫിനിഷാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം മോശം പറയാൻ പറ്റാത്ത ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിലും അവർ നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു കൺട്രോൾ യൂണിറ്റും ഒരു മൈക്കും വരുന്നുണ്ട്. അത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. അതിലും ബോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്വിച്ചുകളില്ല. ആ ഒരു സ്വിച്ച് മാത്രമേ ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗോൾഡ് പ്ലേറ്റഡ് 3.5 mm ആംഗിൾഡ് ഓഡിയോ ജാക്കാണ് ഇതിലവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും ഒറ്റ നോട്ടത്തിൽ ഒരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് എനിക്ക് തോന്നിയ ഇതിൻ്റെ കുറച്ച് പോരായ്മകളെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. അതിനകത്ത് ആകെ ഒരൊറ്റ സ്വിച്ചേ വരുന്നുള്ളൂ. ആ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് പാട്ടുകൾ പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ഇയർ പീസിലും ലെഫ്റ്റ് റൈറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ ചെവിയിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഏതാണ് ലെഫ്റ്റ് ഏതാണ് റൈറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അത് മാറ്റി കുത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് പലപ്പോഴും നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ഫീൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 399 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും വർത്ത് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഹെഡ്ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ ഈ ഹെഡ്ഫോൺ തീർച്ചയായും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റായി അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.